അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചക വചനങ്ങളിൽ നിന്നും അല്പം കാര്യങ്ങൾ അറിയാൻ ഹദീസിൽ നിന്നും പ്രവാചകവാണിയിലേക്ക് സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ മരണം അത് എപ്പോഴാണ്, ഏതു രൂപത്തിലായിരിക്കും നമ്മളെ തേടിയെത്തുക എന്ന് നമുക്കറിയില്ല. എങ്കിലും ഏത് അവസ്ഥയിലായിരിക്കണം നമ്മുടെ മരണം എന്ന് തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ഇപ്രകാരം പറഞ്ഞതായി നമുക്ക് കാണാം: ഓരോ അടിമയും ഏത് അവസ്ഥയിലാണോ മരിക്കുന്നത് അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കും അവൻ ഉയർത്തെഴുന്നേൽക്കുക എന്ന്. അതായത്, ഒരാൾ നമസ്കാരത്തിൽ ആയിരിക്കെയാണ് മരിക്കുന്നതെങ്കിൽ ആ പരിശുദ്ധമായ അവസ്ഥയിൽ തന്നെയായിരിക്കും അയാൾ ഉയർത്തെഴുന്നേൽക്കുക. ഒരാൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുകയോ ആയിരിക്കുമ്പോഴാണ് മരിക്കുന്നതെങ്കിൽ ആ നന്മയുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും അദ്ദേഹവും പുനരുദ്ധാരണ നാളിൽ എത്തുക. എന്നാൽ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. ഒരാൾ പാപത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ, ഹറാമിൽ വ്യാപൃതനായിരിക്കുമ്പോൾ, മോശമായി ചിന്തയിലായിരിക്കുമ്പോൾ അപ്പോഴാണ് മരിക്കുന്നതെങ്കിൽ അതേ ദുരാവസ്ഥയിൽ തന്നെ ആയിരിക്കും അവൻ അള്ളാഹുവിൻ്റെ മുന്നിലെത്തുന്നത്. അള്ളാഹു നമ്മെ കാക്കട്ടെ. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നല്ല നിലയിലായിരിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. ഹൃദയത്തെ ശുദ്ധമായി സൂക്ഷിക്കാം. നാവിനെ നന്മയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാം. ഹറാമിൽ നിന്നും പാപങ്ങളിൽ നിന്നും അകന്നു നിൽക്കാം. മരണം എപ്പോൾ വരും എന്നുള്ളത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. പക്ഷേ ഏത് നിലയിൽ മരിക്കണമെന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ തിരഞ്ഞെടുക്കാം. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഓരോ വിശ്വാസിയുടെയും ജീവിതം. അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല അന്ത്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.